ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ മുതൽ പെരുന്നാൾ അന്ന് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ മോള് കുറച്ച് മൈലാഞ്ചൊക്കെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അവളെ ഹാപ്പി ആയിട്ട് നടക്കുക കേട്ടോ. നമ്മൾ മാസം കണ്ട പൈരൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായി കേട്ടോ. മത്താപ്പ്, പിന്നെ ഒലപ്പടക്കം, കുറേ ഐറ്റം പടക്കങ്ങൾ, ചക്ര, ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ എത്തിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോകണം. അപ്പോൾ പുറത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. റോഡിലൊക്കെ നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയി. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട്സുകൾ നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് മോൾക്ക് മുല്ലപ്പൂ വന്നപ്പോൾ മുല്ലപ്പൂ വാങ്ങിക്കൊടുത്ത് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പോരണം കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കണ്ട് നോക്കി. അങ്ങനെ അതാ നമ്മൾ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായി മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ട് അങ്ങനെ പിന്നെ അവൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ അവൾക്ക് 2 കൈമേൽ ഇട്ടെടുക്കണം. അപ്പോൾ 2 കൈമേലൊക്കെ ഇട്ടുകൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ടാണ്. പിന്നെ ഇപ്പോൾ പെരുന്നാളിനൊക്കെ പറഞ്ഞ കുട്ടികൾക്കെല്ലാം അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അതാ അവൾക്ക് ഇങ്ങനെയൊക്കെ ഒരുവിധം ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സമയം നേരെ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചോറൊക്കെ തിന്നിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് കൂട്ടാൻ വിചാരിച്ചിട്ട് ഞാനും മൈലാഞ്ചി ട്യൂബൊക്കെ എടുത്ത് റെഡി ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വരച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ. പള്ളിയിൽ നമ്മൾ തെക്കുബീർ കേൾക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിസ്കാര കാര്യങ്ങളൊക്കെ വേണ്ട പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഗോതമ്പ് പൊടി ആയിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പൊടിയൊക്കെ നല്ലോണം ചാമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ ആ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് രാവിലെ നമുക്ക് അടയും ചായയാണ് കേട്ടോ. വേറെ കടികളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പ്രാവശ്യം ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ ചായയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അട ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം അതിനുള്ള പണിയിലൊക്കെയാണ് അവിടെ. ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ അടക്കുള്ള മാവൊക്കെ ഓരോ ബോൾസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പൊടിയാനൻ്റെ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പൊടിയാനെന്നാണ് പറയുക, നിങ്ങളവിടെയൊക്കെ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഈ ഇലയിൽ നമ്മളിങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതാ ഉമ്മക്ക് നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ഫില്ലിങ് മധുരം ശർക്കര ഇട്ടിട്ടും പഞ്ചാര ഇട്ടിട്ടും ഞങ്ങൾ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പഞ്ചാര ഇട്ടിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടൊന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പൊടിയാനൻ്റെ ഇലയിൽ അട ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടിട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. പൊടിയാനൻ്റെ ഇലയിൽ അട ഉണ്ടാക്കി കഴിച്ചാൽ ആ പൊടിയാനൻ്റെ ഇലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കൂടി ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അപ്പോൾ ഇതിനോട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഓരോ അടകളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ ഗോതമ്പ് മാവ് അതിനെ കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ അതാ നമ്മളെല്ലാ അടകളും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് മൂടി വെച്ച് കൊടുക്കട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ശർക്കര ചേർത്തിട്ടുള്ള അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മ തേങ്ങ അരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അട വെന്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് നമുക്കിനി വേറെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ അട സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ തേങ്ങ അരണ്ടി വെച്ചിട്ടുള്ള അതിലേക്ക് ശർക്കര ഒന്ന് ചിരകിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പം നമ്മൾ കത്തിയായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മാവ് നേരത്തെ പോലെ തന്നെ പരത്തിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വാഴൻ്റെ ഇലയിലായിട്ട് ഉണ്ടാക്കുന്നത്. പൊടിയാൻ്റെ ഇല നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വാഴൻ്റെ ഇലയിലായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ മടക്കി ഇനി ആവി കയറ്റിയെടുക്കട്ടോ. വാഴൻ്റെ ഇലയിലും അട ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. അപ്പോൾ അതാ രണ്ടും സെറ്റായിട്ടുണ്ട്. രണ്ടും നമ്മൾ മേശമേലൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ എല്ലാവർക്കും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ അട ഇരിക്കണം കാണാൻ, 2 ടൈപ്പിൽ. അപ്പോൾ നമ്മളെ ശർക്കര എടുത്തിട്ടുള്ള അട ഒന്ന് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ശർക്കരയും തേങ്ങ കൂടി ഇങ്ങോട്ട് എന്താ പറയുക, അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ ഗോതമ്പ് പൊടിയിലാണ് പ്രത്യേകിച്ച് ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പഞ്ചസാര ചേർത്തുള്ള അടയാണ് കേട്ടോ. ഇതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മധുരത്തിനൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായത് നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ള അടയാണ് കേട്ടോ. അല്ലെങ്കിൽ അടകളുടെ ടേസ്റ്റ് നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ള അട തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഏത് അടയാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിഷ്ടം ശർക്കര ചേർത്തുള്ള അട തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ചില സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലൊരു പൂച്ച ഉണ്ട് കേട്ടോ. അവനല്ല അവളാണ്. അവൾ നല്ല കളിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേനുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം അതിനായിട്ട് ഉള്ള പരിപാടിക്ക് നോക്കാൻ. അതിൻ്റെ ഇടയിൽ മോളൊന്ന് കുളിപ്പിച്ച് മാറ്റി അവളെ കാര്യങ്ങളൊക്കെ നടത്തി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതായത് ഉപ്പതാ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ളേരിയയിലും കാര്യങ്ങളൊക്കെ ഉപ്പാണ് കേട്ടോ അതൊക്കെ ചെയ്യൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി, കാഷ്നട്ട്, കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതാദ്യമായിട്ട് കഴിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനതവിടെ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി അരിയൊക്കെ ഇടാനുള്ള പരിപാടിയിലാണ്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ. അതേമാതിരി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബ്രോയിലർ ചിക്കൻ ബിരിയാണി, സാധാ ചിക്കൻ ബിരിയാണിയാണ്, ലഗോണല്ല. അപ്പോൾ അത് ഇറച്ചിയൊക്കെ വന്നപ്പോൾ നമ്മൾ റൈസൊക്കെ ഇട്ടിട്ട് ഇനി ദം ചെയ്തെടുക്കണം, ആ പരിപാടിയിലാണ്. അപ്പോൾ ദമ്മിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ ബിരിയാണി അവിടെ അടുപ്പിൽ കയറിയിട്ടുണ്ട് ദമ്മാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ബിരിയാണി അതാ ഉപ്പ വിളമ്പുന്നുണ്ട്. എന്തായാലും നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഇതാ നമ്മൾ മേശമ്മൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മാങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കച്ചമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ തിരൂരൊക്കെ കച്ചമ്പർ എന്ന് പറയും. നമ്മളെ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള. പിന്നെ ഇത് സലാഡാണ് കേട്ടോ. അത് ഉപ്പാൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന പരിപാടി തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ മാഷാ അല്ലാ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത്
അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ ഇത് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ഇടുകയും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ബായ്.